ഇനി നമുക്കുണ്ടല്ലോ നല്ലൊരു കിഡിലും സാമ്പാറാണ് കേട്ടോ. വളരെ ടേസ്റ്റും അന്ന് വളരെ എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് കേട്ടോ നമ്മളിന്ന് വെക്കുന്നത്. ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ? പോയോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ സാമ്പാറായിട്ടാണ് ഉണ്ടാക്കണേ. അപ്പോൾ നാളികേരം ഒന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. നമുക്ക് ചോറിലേക്കായാലും ഇഡ്ഡലിക്കായാലും ദോശയ്ക്കായാലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും ഈ സാമ്പാർ. അപ്പോൾ ഞാനിതാ ഒരു 1/2 ഗ്ലാസ് പരിപ്പ് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാറ്റിയെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്കിതാ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുതിർത്തിയ കാരണം കേട്ടോ പരിപ്പ് നമുക്ക് ഇത്തിരി കൂടുതലായിട്ട് തോന്നുന്നത്. നമ്മൾ 1/2 ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ. പരിപ്പിൻ്റെ ഒപ്പത്തിന് തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കാരണം നമുക്ക് പരിപ്പ് നന്നായിട്ട് വേവണം. കുറച്ച് മുകളിലായിട്ട് നിൽക്കണ പോലെ കേട്ടോ. ഇനി നമ്മൾ നോക്കിയാൽ 2 കഷ്ണം കായ എടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു കഷ്ണം കായ ഉണ്ടല്ലോ നമ്മളിതാ നേരെ പരിപ്പിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. അപ്പോൾ എൻ്റെ പരിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേവാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു വിസിൽ മതി. നന്നായിട്ട് വെന്ത് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പരിപ്പും ഒരേപോലെ ആവണമെന്നില്ല. പക്ഷെ നമുക്ക് നന്നായിട്ട് പരിപ്പ് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ തീ കത്തിച്ചിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് ഒഴിക്കുന്നത് വേവട്ടെ. പിന്നെ ഞാനിതാ ഒരു ചെറിയൊരു ചെറുനാരികയുടെ അത്രയും വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൈ കൊണ്ടുണ്ടല്ലോ ഇതാ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് വയ്ക്കാം കേട്ടോ. കാരണം നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കേണ്ടതാണ് കേട്ടോ. ഇതോടെ ഇരിക്കട്ടെ. ഇനി നമുക്കുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് ഞാനത് ഒരു ചട്ടി അടപ്പത്ത് കയറ്റിട്ടുണ്ട്. ഈ ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ഒരു വിസിൽ വന്നു. ഞാനിതാ നമ്മുടെ കുക്കറും കൂടെ ഇറക്കി വയ്ക്കാം കേട്ടോ. നമുക്ക് ചട്ടി വയ്ക്കാൻ എപ്പോഴും എളുപ്പം ഈ ഒരു അടുപ്പാണ്. ഇത്തിരി വലിയ അടുപ്പ് ഇതാണ് വേഗാവാനായിട്ട്. ചട്ടി ഇതാ ചൂടായി വന്നു. അതിലേക്ക് നമുക്കിടല്ലോ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായി വന്നു. അതിലേക്ക് നോക്കിയാൽ ഒരു 1/2 ടീസ്പൂൺ ഉലുവയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കണേ. ഉലുവിട്ട് ഉലുവതാ പൊട്ടി തുടങ്ങി. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് നോക്കിയാൽ ഒരു 3 പച്ചമുളക് ഇതാ നമ്മളിങ്ങനെ നടു കീറിയിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ ഇടുമ്പോൾ സൂക്ഷിച്ചോളൂ കേട്ടോ. പെട്ടെന്ന് മേലേക്ക് പൊട്ടിത്തെറിക്കും. അന്ന് അനവ് നിൽക്കണ കാരണം നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോഴേ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഇതാ ഇതേപോലെ ഒരു ചെറുതായിട്ടൊരു കളർ ഇങ്ങനെ മാറി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഉണ്ടല്ലോ ഇതാ ഒരു 18 ചുവന്നുള്ളി ഇട്ട് അത് ഇത്തിരി കൂടിയാലൊന്നും കുഴപ്പമില്ല. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ ഉള്ളിയൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതാ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നോക്കിയാൽ നമ്മൾ ഇതേപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു കളർ ഇങ്ങനെ ഒന്ന് മാറണുള്ളൂ കേട്ടോ. കൂടുതൽ വേണ്ട. അപ്പോൾ നമ്മൾ പുളി വെള്ളത്തിലിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഇതാ നന്നായിട്ട് കൈ കൊണ്ട് ഞെക്കി പിഴിഞ്ഞ് നമ്മളിതാ കൊട്ടയില്ലാണ്ട് ഇതാ വെള്ളം മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മളിതാ പുളി പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് ഒഴിച്ച് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. എരിവിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതാ നമുക്ക് മല്ലിപ്പൊടിയായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണേ. മല്ലിപ്പൊടി ഇതാ നമ്മൾ 2 ടീസ്പൂൺ കേട്ടോ. നല്ലോണം 2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ആയിട്ട് ഇട്ട് കൊടുക്കണേ. മഞ്ഞൾപ്പൊടി നമ്മളിതാ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ പൊടികളൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം അളവിലൊക്കെയാണ് നമ്മൾ സാമ്പാർ വെക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇതാ കുറച്ച് വെള്ളം തന്നെ നമുക്ക് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. ഇതാ ഇതേപോലെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ നമ്മൾ ഒരു കഷ്ണം കായ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ കായും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു കഷ്ണം ശർക്കര കേട്ടോ. അപ്പോൾ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ നമ്മൾ എന്താ പറയുക നേരിട്ട് ഇട്ട് കൊടുത്ത് വെക്കുകയാണ്. പക്ഷേ നമ്മൾ പുളിവെള്ളത്തിലേക്കാണ് ഈ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പൊടികളുടെ കുത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണം കൂടി ഇട്ട് കൊടുക്കാം. സാമ്പാർ വയ്ക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള കഷ്ണങ്ങൾ ഇതാ മത്തങ്ങ, ക്യാരറ്റ്, മുരിങ്ങയ്ക്ക, കുമ്പളങ്ങ, വെണ്ടയ്ക്ക, വഴുതനങ്ങ, തക്കാളി. ഇതിൽ വെണ്ടയ്ക്ക ഒഴിച്ച് ബാക്കി എല്ലാ കഷ്ണങ്ങളും നമ്മളിപ്പോൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. വെണ്ടയ്ക്ക് നമുക്കൊന്ന് വഴറ്റിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതുകൊണ്ടാണ് വെണ്ടയ്ക്ക നമ്മൾ ഒപ്പിടാത്തത് കേട്ടോ. ബാക്കി എല്ലാ കഷ്ണങ്ങളും ഓരോപോലെ തന്നെ വെന്ത് കിട്ടുന്നതാണ്.
ഇത്രയും കഷ്ണങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. കറിവേപ്പില ഉണ്ടല്ലോ നമ്മൾ കഴുകിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിലത്തെ കറിവേപ്പില തന്നെയാണ്. അപ്പം നമ്മളത് ഒടിച്ച് കൊണ്ടുവരുമ്പോൾ തന്നെ നന്നായിട്ട് കഴുകിയിട്ടാണ് കൊണ്ടുവരിക. അപ്പോൾ എനിക്കൊരു വീഡിയോയിൽ പറഞ്ഞു, കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കറിവേപ്പില കഴുകിയിട്ടില്ലായിരുന്നു. ഇല്ല, നമ്മൾ കഴുകിയിട്ട് തന്നെയാട്ടോ കൊണ്ടുവരുന്നത് ഇപ്പോഴും. അപ്പോൾ എന്താ കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയേ, നമ്മളിതാ ഒരാവശ്യത്തിന് കേട്ടോ. ഇത്ര ഉപ്പൊന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും ഉപ്പിടുമ്പോൾ കുറച്ച് കുറവ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പിന്നീട് വെന്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ നോക്കിയേ, ഇതേപോലെ നല്ലൊരു അളവിലാണ് നമ്മളിതിപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വേവാൻ വേണ്ടിയിട്ട് കേട്ടോ അതേപോലെ അളവിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ നല്ലൊരു അളവിലൊക്കെ നമുക്ക് സാമ്പാർ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കണ്ടോ, കഷ്ണങ്ങളൊക്കെ വെള്ളത്തിൽ കിടന്ന് ഓടണ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതേപോലെ ഇനിയിപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ കൂടി ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ടുണ്ടല്ലോ നമുക്ക് നമ്മുടെ വെണ്ടക്കായ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ തീ കത്തിച്ച് നമ്മളൊരു ചീനിച്ചട്ടി അടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചീനിച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ചീനിച്ചട്ടി ചൂടായി വന്നപ്പോൾ നോക്കി നമ്മളതിലൊരു ഇത്തിരിയോളം വെളിച്ചെണ്ണ കേട്ടോ. ഫസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ അത്രയും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ വെണ്ടക്കായ ഉണ്ടല്ലോ അതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വെണ്ടക്കായ ഇങ്ങനെ വഴറ്റിയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉടയില്ല. അതിന് വേണ്ടിയിട്ടാട്ടോ നമ്മളിങ്ങനെ ഒന്ന് വഴറ്റുന്നത്. നമ്മളുണ്ടല്ലോ വെണ്ടയ്ക്ക ഒരു 2 മിനിറ്റ് ഒന്ന് നമ്മൾ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. പിന്നെ നോക്കി നമ്മൾ ഇപ്പുറത്തെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് എല്ലാം അത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നേരം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ആ കുമ്പളങ്ങയൊക്കെ ഒന്ന് വേവണ വരെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ഇട്ട കഷ്ണങ്ങളൊക്കെ ഏതാണ്ട് ഒരു പകുതിയോളം 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വെണ്ടക്കായ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ സാമ്പാറിലേക്ക് ഉണ്ടല്ലോ പിന്നെ കഷ്ണമൊന്നും ഇല്ല കേട്ടോ. എന്ത് കഷ്ണങ്ങൾ ഇട്ടിട്ടും നമുക്ക് സാമ്പാർ വെക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. നമുക്കുണ്ടല്ലോ ഒന്ന് മൂടി തുറന്ന് നോക്കാം കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ. അതേതൊക്കെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. നമ്മുടെ വെണ്ടക്കായ കണ്ട ഒന്നും ഉടഞ്ഞിട്ടില്ല കേട്ടോ. അതേപോലെ തിളച്ചിട്ടു. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പരിപ്പ് വിസിലൊക്കെ വന്നിട്ട് അപ്പം നമ്മൾ ഇറക്കി വെച്ചിട്ടുള്ളതാണ്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നോക്കിയേ, പരിപ്പൊക്കെ ഇത് നന്നായി വെന്തിട്ടുണ്ട് കണ്ടോ. നമുക്കൊന്നും കൂടി കയ്യിലോണ്ടൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഏറ്റവും ലാസ്റ്റാട്ടോ നമ്മൾ പരിപ്പ് വെച്ചിട്ടുള്ളത്. ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് താളിക്കണം. അപ്പോൾ നമുക്കിതാ തീ കത്തിച്ച് നമ്മുടെ വെണ്ടക്കായ ചീനിച്ചട്ടി ഉണ്ടല്ലോ അതിൽ തന്നെയാട്ടോ ഞാൻ താളിക്കാൻ ഉപയോഗിക്കണേ. അപ്പോൾ ചീനിച്ചട്ടി ഒന്ന് ചൂടായോട്ടെ കേട്ടോ. ചീനിച്ചട്ടി ചൂടായി വന്നു. നമുക്കതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. നമ്മൾ പരിപ്പൊക്കെ ഇട്ടിട്ട് നോക്കിയേ, സാമ്പാർ ഇതേപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രേ ഉള്ളൂ കേട്ടോ. നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ വെക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. അത് മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ സാമ്പാറിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്തു. വെളിച്ചെണ്ണ ചൂടായി വന്നു. നമ്മളതിലേക്ക് 1 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് പൊട്ടി തുടങ്ങി. ഒരു 3 വറ്റമുളക് നടുമുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തു. നമുക്ക് നേരെ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടാ. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കും. മല്ലിയില ഏറ്റവും അവസാനമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഈ മല്ലിയില ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്കുണ്ടല്ലോ മൂടി വയ്ക്കാം. ഇങ്ങനെ മൂടി വയ്ക്കുന്നതിൻ്റെ കാരണം എന്തിട്ടാണെങ്കിൽ പിന്നീട് നമ്മൾ സാമ്പാർ കഴിക്കാൻ വേണ്ടിയിട്ട് മൂടി തുറക്കുമ്പോഴുണ്ടല്ലോ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും നമ്മുടെ സാമ്പാറിന് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൂടി വെച്ചിട്ടുള്ളത്. ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടൻ വിളിച്ചിട്ട് വരാം കേട്ടോ. നമ്മൾ ഇഡ്ഡലി ആയിട്ട് എടുത്തിട്ടുള്ളത് കണ്ടോ. ഇപ്പം നമ്മൾ മൂടി തുറക്കുമ്പോഴേ ആ മല്ലിയിലയുടെ മണമൊക്കെ നല്ലതായിട്ട് വരും കേട്ടോ.
നമ്മൾ നോക്കിയ സാമ്പാറിന് കണ്ട ഇഡ്ഡലിന് എടുത്തോണം കേട്ടാ. സാമ്പാർ ചൂടിട്ട് ചേട്ടാ. ഉണ്ട്. അടിപൊളി സാമ്പാറാട്ടാ ശരിക്കും. സൂപ്പറല്ലേ ഇത്? ശരിക്കേ ഇഡ്ഡലി ദോശ ചോറിലേക്ക് ആയാലും കുഴപ്പമില്ല. ചോറിലാണെങ്കിൽ ഒരു പപ്പടം കൂടി ഉണ്ടായാൽ മതി. അടിപൊളിയാ. സൂപ്പർ സാമ്പാർ. പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് അല്ലേ? പെട്ടെന്ന് വയ്ക്കാം. അപ്പം എല്ലാവരും ഇത് നോക്കിയോളോ. അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ്. സൂപ്പറാണ്. ഒന്ന് നിർത്തല്ലേ? അപ്പം അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്